DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും വേനൽമഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. മുൻകരുതലിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലിറ്ററിന് 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വില വർധനവ് നിലവിൽ വന്നിട്ടുണ്ട്. വില വർദ്ധിപ്പിച്ചതോടെ കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 108 രൂപ 74 പൈസയായി. 97 രൂപ 63 പൈസയാണ് 1 ലിറ്റർ ഡീസലിന് നൽകേണ്ടത്. അടുത്ത അറിയിപ്പ്, കാത്തിരിപ്പിന് അന്ത്യം കുറിച്ച് സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ്. മാർച്ചിൽ നടത്തിയ SSLC പരീക്ഷയുടെ ഫലമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പ്രഖ്യാപിക്കുന്നത്. ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വൈകിട്ട് 3:30 മുതൽ സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ 9188 61 99 58 എന്ന വാട്സപ്പ് നമ്പർ വഴിയും നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ഫലം പരിശോധിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരവരുടെ രജിസ്റ്റർ നമ്പറും ജനനത്തീയതിയും ഉപയോഗിച്ച് ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഫലം പരിശോധിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലെ തിരക്കൊഴിവാക്കി ഫലം പരിശോധിക്കാൻ മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സഫലം മൊബൈൽ ആപ്പിലൂടെ കുട്ടികൾക്ക് ഫലം പരിശോധിക്കാം. അതോടൊപ്പം ഡിജിലോക്കർ വഴിയും SMS സംവിധാനത്തിലൂടെയും ഫലം അറിയാനാകും. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാർ പഞ്ചസാര വിതരണം നിർത്തലാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സ്റ്റോക്ക് പരിമിതമായതിനാൽ AAY കാർഡുടമകൾക്ക് മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇനി പഞ്ചസാര വിതരണം ചെയ്യുന്നത്. നിലവിൽ ലഭ്യമായ 400 ടണ്ണോളം വരുന്ന സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതിനാൽ അർഹരായ റേഷൻ കാർഡ് ഉടമകൾ എത്രയും വേഗം തങ്ങളുടെ വിഹിതം കൈപ്പറ്റാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇനിയും റേഷൻ വിഹിതം വാങ്ങാത്തവർ ഇന്ന് തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. മെയ് 18 മുതൽ മെയ് മാസത്തെ റേഷൻ തുടർന്നും വിതരണം ആരംഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി വഴി പ്രതിവർഷം 6000 രൂപ കൈപ്പറ്റുന്ന കർഷകർക്ക് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ്. കൃഷിഭവൻ വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും വിവിധ സർക്കാർ സ്കീമുകളിലും മുൻഗണന ലഭിക്കാൻ ഈ ID ആവശ്യമാണ്. പുതുതായി കൃഷിഭൂമി വാങ്ങിയവർക്കും കാർഷിക വായ്പകൾക്കായി അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്കും ഇത് ബാധകമാണ്. നിലവിൽ കാർഷിക സ്വർണ്ണപ്പണയ വായ്പയോ മറ്റ് വായ്പകളോ എടുത്തവർക്കും അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമായി വരും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭിക്കുന്ന 4% പലിശ നിരക്കിലുള്ള വായ്പകൾക്കും ഈ ID നിർബന്ധമാക്കും. ഈ ID ഇല്ലാത്ത കർഷകരെ സർക്കാർ പദ്ധതികളിൽ പരിഗണിക്കുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും. കേരളത്തിൽ ഈ പദ്ധതി ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. പാതി വഴിയിൽ നേരത്തെ തടസ്സപ്പെട്ടിരുന്നു. അതിനാൽ മുൻപ് രജിസ്റ്റർ ചെയ്തവർക്ക് തങ്ങളുടെ ID ആക്റ്റീവ് ആണോ എന്ന് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാം. ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ഭൂമിയുടെ നികുതി രസീത്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നീ രേഖകൾ അപേക്ഷയ്ക്കായി കരുതണം. മെയ് മാസം 30-ാം തീയതി വരെയാണ് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നിലവിൽ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.